ഐ ഡോണ്ട് ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ നമ്മളെക്കുറിച്ച് എല്ലാം അറിയാമെന്നുള്ള, എനിക്കും എല്ലാം അറിയാവുന്നുള്ള, നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന, കയ്യെത്തും ദൂരത്തുള്ള ഒരു ഫ്രണ്ട് അതെനിക്കില്ല. എനിക്ക് 22 വർഷം പഴക്കമുള്ള ഫ്രണ്ട്സ് മുതൽ 1.5 വർഷം പഴക്കമുള്ള ഫ്രണ്ട്സ് വരെയുണ്ട്. അവർക്കെല്ലാവർക്കും എന്നെക്കുറിച്ച് അത്രയും തന്നെ കുറേ കാര്യങ്ങളറിയാം. അവരെക്കുറിച്ച് എനിക്കും അറിയാം. എന്ന് കരുതി എല്ലാവർക്കും എല്ലാം അറിയില്ല. എനിക്കും എല്ലാവരെക്കുറിച്ചും എല്ലാം അറിയത്തുമില്ല. പല സ്റ്റേജസിലായിട്ട് വന്ന ഫ്രണ്ട്സാണ് ഇവരെല്ലാം. സ്കൂൾ കാലത്തിലെ ഫ്രണ്ട്സിന് എൻ്റെ സ്കൂളിലെ സ്വഭാവം അറിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അത് കഴിഞ്ഞ് കോളേജിലെ ഫ്രണ്ട്സിനെ കിട്ടി. ഇവരെല്ലാം എൻ്റെ പല ഫേസസ് ഓഫ് ലൈഫാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഫ്രണ്ടിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? ഫ്രണ്ട്സുകളുടെ സ്വഭാവം വ്യത്യാസമുണ്ട്. ചില ഫ്രണ്ട്സ് ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും. നമുക്കെന്തെങ്കിലും പറയാം, അവരത് കേട്ടുകൊണ്ടേയിരിക്കും. ചില ഫ്രണ്ട്സ് ഇമോഷണലി സപ്പോർട്ടായിരിക്കും. അവരുടെ അടുത്ത് കാര്യം പറയാം, അവർ നമുക്ക് സൊല്യൂഷൻ തരും. മറ്റു ചിലർ വളരെ കൂളായിരിക്കും. എന്ത് പറഞ്ഞാലോ ഇത്രേ ഉള്ളോ കാര്യം എന്ന് പറഞ്ഞു വിടും. വേറെ ചിലരുണ്ട്, നമ്മുടെ പ്രശ്നത്തിന് നമ്മൾക്കും മുന്നേ അവർ കരഞ്ഞു തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റണം എന്നില്ല. 5 വർഷം കൂടെ ഉണ്ടായിരുന്നവർ, ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ, എന്ത് കാര്യത്തിനും ലൈക്ക് നമ്മുടെ സ്കൂൾ ജീവിതം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാം അറിയാമെന്നുള്ളവർ, ഇവരെല്ലാവരും നമുക്ക് ഒരുപോലെ തന്നെ ഫ്രണ്ട്സ് അല്ലേ? എൻ്റെ ഫ്രണ്ട്സിന് വേറൊരു ഗുണം കൂടിയുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും ഇൻ്റർകണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോളേജ് ഫ്രണ്ട്സും എൻ്റെ സ്കൂൾ ഫ്രണ്ട്സും ഫ്രണ്ട്സാണ്. അവളുടെ കോളേജ് ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. ഐ ജസ്റ്റ് ഹാവ് സോൾ സിസ്റ്റേഴ്സ്.